ക്ലാസ്സിൽ 40 ക്ലാസ്സിൽ 5 മിനിറ്റ് എടുക്കല്ലേ അവിടുന്ന് ക്ലാസ് വരെ. കുറേ കാലമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ബാംഗ്ലൂർ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് വരുന്നതൊക്കെ പറഞ്ഞായിരുന്നു. ആ വന്ദേ ഭാരതാണ് ഇന്ന് മുതൽ വൺ വേ ആയിട്ട് ഓടാൻ തുടങ്ങുന്നത്. കൊച്ചുവേളി ടു നമ്മുടെ മാംഗ്ലൂർ റൂട്ടിലാണ് ഇത് വൺ വേ ആയിട്ട് ഓടാൻ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ മുപ്പത്തടത്തേക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത്തടം ജലവിതരണ ശാലയിൽ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിമാലൂർ അതുപോലെ ആലങ്ങാട് കടുങ്ങല്ലൂർ ഈ ഏരിയയിൽ ഇന്ന് മൊത്തത്തിൽ കുടിവെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞിട്ട് കരിമാലൂർ ആലങ്ങാട് കടുങ്ങല്ലൂർ ഈ ഏരിയയിലാണ് മൊത്തത്തിൽ കുടിവെള്ളം മുടങ്ങുക. ഇനിയിപ്പോൾ നീതു മോഹൻ്റെ പുസ്തക പ്രകാശനമുണ്ട്. സപ്തപർണി എന്നാണ് ഈ ബുക്കിൻ്റെ പേരിട്ടിരിക്കുന്നത്. ആലുവ മഹാനവമി ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വൈകുന്നേരം 5:05 പുസ്തക പ്രകാശനം നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ പനമ്പള്ളി നഗറിൽ അറോറ ചിത്ര പ്രദർശനമുണ്ട്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ഇടം കഫേയിലാണ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ പഴന്തോട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സാറിന് ഒഴിവ് വന്നിട്ടുണ്ട്. ഇന്ന് 11 മണിക്കാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആബ്ദ പ്രബന്ധൻ പുരസ്കാരത്തിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എന്താണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ദുരന്ത നിവാരണ രംഗത്തെ ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ ദുരന്ത നിവാരണ രംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണിത്, സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം. അപ്പോൾ ആ പുരസ്കാരത്തിന് അപേക്ഷ വയ്ക്കാം. ഹൈവേ ഹാളിൽ ഡോക്ടർ ഡേ ആയതുകൊണ്ട് മുതിർന്ന ഡോക്ടർമാരെ ആദരിക്കുന്ന പരിപാടിയുണ്ട്. വൈകുന്നേരം 7 പരിപാടി നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ തൃക്കാക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃക്കാക്കര കൃഷിഭവനിൽ 50% സമയമാണെങ്കിൽ തന്നെ ഉള്ളിൻ്റെ മോഹം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി. ടാക്സ് അടിച്ച പേപ്പർ, അതായത് നികുതി അടിച്ച പേപ്പർ കാണിച്ചാൽ മാത്രം മതി. എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുകയാണ്. ആ പാട്ടിലേക്ക് പോകുന്നതോടൊപ്പം പറയാനുള്ള കാര്യം, ഇന്ന് ജൂലൈ 1 ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില സംഭവങ്ങളൊക്കെ ഇന്ന് മുതൽ മാറുന്നുണ്ട്. അതായത് കോളേജ് തുറക്കുന്ന കാര്യം പറഞ്ഞ പോലെ ചില സംഗതികൾ ഇന്ന് മുതൽ മാറുന്നുണ്ട്. അതെന്തൊക്കെയാണ്? കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച തുടങ്ങിയ മഴയല്ലേ നിന്റെ വലിയ മഴ, ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയില്ലാന്നുള്ളൂ. എൻ്റെ മറ്റേ എൻട്രൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പുള്ള ചെറിയ മഴയായിരുന്നു. ഹെവി എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പെയ്ത് തുടങ്ങിയതൊന്നുമില്ല. അന്ന് ഞായറാഴ്ച വൈകിട്ട് തുടങ്ങിയിട്ട് ബുധനാഴ്ച രാവിലെ ഉച്ചയ്ക്ക് വരെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു തോർച്ച പിന്നെ വന്നു. ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മഴയില്ലേ, ഇങ്ങോട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഒരു തോർച്ചയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല മഴയാണ് രാവിലെ. ലൈറ്റ് ഇട്ടേക്കാം, കാരണം വിസിബിലിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ഈ പകൽ ഇതുപോലെ മഴ പെയ്ത് ഇരുട്ടിരിക്കുമ്പോൾ മറ്റേ ആ പാർക്ക് ലൈറ്റ് ഇട്ട് പോകുന്ന സേഫ്.
വില കൂടിയ വണ്ടികളുടെയൊക്കെ മറ്റേ ഇത് ലൈറ്റ് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കും ലൈറ്റും ഒക്കെ വേണം, ഹെഡ് ലൈറ്റും പാർക്കും ഒക്കെ. നമ്മൾ ഉള്ള കാര്യമില്ല എന്നാണ്. വിസിബിലിറ്റി അവൻ സെൻസ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അയാൾ അവിടെ ഇരുന്ന് നിർത്തിക്കൊണ്ടിരുന്ന ഫ്രണ്ടിൽ പോയാൽ സാധാരണ വണ്ടികൾക്ക് സ്പീഡ് കൂടുക അല്ലേ? നോർമലി സ്പീഡ് കുറച്ച് ഓടിക്കണ്ട. പക്ഷേ മിക്ക വണ്ടികളിലും ഞങ്ങൾക്ക് സ്പീഡ് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് കൂടും. ആദ്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ പപ്പൊക്കെ പണ്ട് ആ കടയിലത്തെ സ്കൂളിൻ്റെ ഉള്ളിൽ അന്നേരം 800 ഞാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലായിരുന്നു അന്ന് ഈ പേരൻസ് പിള്ളേരെ കൊണ്ടുവന്നാക്കണത്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കൊണ്ടുവന്നാക്കണത്. ആദ്യം ഞാൻ വന്നപ്പോൾ അവിടെ ഉള്ളിൽ പാർക്കിംഗ് ലോട്ടിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു 5-6 കാറുകൾ ആകെ വരാറുണ്ടായിരുന്നു അവിടെ പിള്ളേരെയും കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു വണ്ടി പോലും വരാറുണ്ടായിരുന്നില്ല ഈ ഏരിയയിൽ. ഞാൻ ഈ കാറ് തിരിക്കണ സ്ഥലത്ത് ഇത് കുട എടുത്തിട്ട് പോകണം കേട്ടോ. എടുത്തോളൂ, അതുകൊണ്ട് കുട എടുത്തിട്ട് പോകണം.